എന്നുള്ളത് നിങ്ങൾക്കേവർക്കും അറിയുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും അതുപോലെ കൂട്ടുമല ബാബു മുസ്ലിയാർ, ബന്ധപ്പെട്ട ചെമ്മുക്കം കുഞ്ഞി അപ്പുവാജിയും അതുപോലെ ബന്ധപ്പെട്ട ശൈഖുന മുഹമ്മദ് അലി ബാഖവി എല്ലാം തന്നെ നമ്മോട് സന്ദർഭോചിതമായി കാര്യങ്ങളൊക്കെ ഉണർത്തുവാനും സന്ദർഭോചിതമായ പരിപാടികളുള്ളതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് സമയം കളയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഇസ്ലാമിക് നൽകുന്ന കമ്മിറ്റി ക്വാളിറ്റി സർട്ടിഫിക്കറ്റിനും മക്ക SYS കമ്മിറ്റി നൽകുന്ന ശൈഖുന കാളമ്പാടി ഉസ്താദ് സ്മാരക ഈ സദസ് എത്രയും സന്തോഷവും സംതൃപ്തിയും ഉൾക്കൊള്ളുന്ന ഈ സമയത്ത് ചിലതെല്ലാം പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കപ്പുറം മലപ്പുറത്തിലെ സുന്നി മഹലിൽ വെച്ച് മക്ക SY കമ്മിറ്റിയുടെ ശൈഖുന കാളമ്പാടി ഉസ്താദിന്റെ സ്മാരക അവാർഡ് നൽകിയപ്പോൾ ആ സദസ്സിൽ അന്ന് സജ്ജീകരിക്കപ്പെട്ടിരുന്ന ഉന്നത വ്യക്തികളിൽ നിന്നൊക്കെ പ്രഗത്ഭനായ ഉസ്താദിന് നൽകിയ ആ അവാർഡ് നമ്മുടെ സാമ്പത്തികമായി നമ്മുടെ പ്രദേശത്തിലെ നമ്മുടെ പ്രവർത്തകരുടെ ഇടയിൽ അവതരിപ്പിക്കുകയും ആ കാര്യങ്ങളൊക്കെ ഇരുന്ന് ചിന്തിച്ച് നമുക്ക് കിട്ടിയ ഒരു സന്ദർഭം നാം ഉപയോഗപ്പെടുത്തേണ്ടതില്ലേ എന്ന് എന്റെ പ്രവർത്തകരോട് ചോദിക്കുകയും വിശിഷ്യ കേരളത്തിലെ അറിയപ്പെടുന്ന മഹല്ലത്തുകളിൽ വെച്ച് ഒരു മഹല്ലത്തായി നമ്മെ സ്വീകരിക്കപ്പെട്ടു, തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ആ സന്തോഷകരമായ അവസ്ഥ തന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോടൊപ്പമുണ്ടായിരുന്ന നമ്മുടെ പിതാക്കൾ നമ്മുടെ മുൻപേ നടന്നുപോയവർ അവരുടെ മക്കളുടെ വീടുകളിൽ ചെന്ന് ഈ കാര്യങ്ങൾ ഉണർത്തുകയും 10-75ഓളം ആളുകൾ ഒരു ദിവസം കൂടിയിരുന്നുകൊണ്ട് ഈ പ്രവർത്തന കടലിക്ക് രൂപം കൊടുക്കുകയും വളരെ പ്രയാസപ്പെട്ട് പ്രദേശത്തിലെ ചുറ്റുപാടുകളിലെ വീടുകളിൽ തന്റെ പ്രിയപ്പെട്ട മാതാക്കൾ പിതാക്കൾ പിരിഞ്ഞുപോയ വീടുകളിൽ കയറിച്ചെന്ന് എന്റെ സഹപ്രവർത്തകരായ ബാബഹാജിയോടും അതുപോലെ കസ്തൂരി ബാബയോടും കൂടി വീടുകളിൽ കടന്നു ചെന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരായ ആ പരേതരായ മക്കളുടെ മക്കൾ അന്ന് നമ്മോട് പറഞ്ഞത് ഞങ്ങൾ വരാം, കാര്യങ്ങൾ നിർവഹിക്കാം, ചെയ്യാം എന്ന് പറയുകയും തൊട്ടടുത്ത ദിവസം കൂടിയപ്പോൾ കൂടിയിരുന്ന കാര്യങ്ങൾ ഉത്ബോധന പ്രവർത്തനത്തിലൂടെ ആവർത്തിച്ചപ്പോൾ ഈ പ്രദേശത്തിന്റെ താഴ്ന്നായ തലങ്ങളിലൊക്കെ തന്റെ പ്രബോധനത്തിന്റെ ഉഗ്രമായ പ്രവർത്തന ശേഷിയുള്ള സ്റ്റേജുകൾ ഒരുക്കിക്കൊണ്ട് ഈ പ്രദേശത്തിലെ മഹല്ലത്തിലെ നാനാഭാഗങ്ങളിൽ അവതരിപ്പിച്ച കമാനുകൾ ഇന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളെ അതിനിപുണമായി സാമ്പത്തികമായി സാമ്പത്തികമായി ഈ പ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ കൂടിയും ഇരുന്നും സംഘടിച്ചും കൊണ്ട് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കാലത്ത് ബഹുമാനമുട്ടികൾ മറയിൽ നിന്നുകൊണ്ട് തന്റെ കഴിഞ്ഞുപോയ മാതാക്കളെ വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അനർത്ഥമായി തന്റെ പ്രവർത്തന മേഖലകളിൽ പ്രദേശത്തിലെ രക്ഷിതാക്കളെയും ഉമ്മമാരെയും ഒന്നടങ്കം ഈ പ്രദേശത്തുവാൻ ഈ മഹത്തായ മഹല്ലത്തിന് മാർഗദർശനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാണക്കാട് സയ്യിദ് കുടുംബത്തിൽ നിന്ന് അന്ന് ഞങ്ങൾ നേരത്തെ ചെന്ന് ചോദിച്ചപ്പോൾ അതിന് നിങ്ങൾ ചെയ്യണമെന്ന് പറയുകയും ആ ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ
മുഹമ്മദ് ബസിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ അവാർഡ് നൽകാൻ സമയം കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫോൺ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളില്ലാതെ അക്കാര്യം നടക്കുകയില്ല എന്നും ബഹുമാനപ്പെട്ട തങ്ങൾ അത് ഏറ്റെടുക്കുകയും ആ സംഭോചിതമായ പ്രവർത്തനം ഈ പ്രവർത്തന മേഖലയിൽ ഈ മഹല്ലത്തിന്റെ അതിന്റേതായ രൂപത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചതിന് അള്ളാഹുവിനെ ഈ അവസരം ഞാൻ സ്തുതിക്കുകയാണ്. ഞാൻ നെട്ടിപ്പരത്താൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങൾ കുടുംബമെന്ന് പറഞ്ഞാൽ അത് കിഴക്കേപ്പുറത്തിന്റെ ജീവനാടിയാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ പ്രദേശം അറിയായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് അതിന്റേതായ രൂപത്തിൽ തങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ അത് വിളിച്ചോതുന്ന അതാണ്. നേരെ മറിച്ച് ഈ പ്രദേശം ഇതിന്റേതായ രൂപത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട എന്റെ വന്യപിതാവ് എന്റെ മൂത്താപ്പയായിരിക്കുന്ന മുഹമ്മദ് ബുസ്ലിയാർ അന്ന് പറഞ്ഞത്, പാണക്കാട് കുടുംബത്തിന് നേതൃത്വം കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ പ്രദേശത്തിലെ കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇരിക്കുകയില്ല എന്ന് പറഞ്ഞ് അന്ന് പാണക്കാട് തങ്ങൾ പൂക്കോയ തങ്ങളെ ഏൽപ്പിച്ച ഈ മഹല്ലത്തിന്റെ ഭരണം, ആ ഭരണം ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇന്നും തങ്ങന്മാരുടെ തങ്ങന്മാരുടെ അനുഗ്രഹത്തോടെ ഈ പ്രദേശം ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിത കൽപ്പനയിൽ ബഹുമാനപ്പെട്ട എന്റെ മൂത്താപ്പ ഈ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ജുമായക്ക് നേതൃത്വം നൽകിയുകൊണ്ട് കുത്തുബയോദാൻ എണീറ്റിയപ്പോൾ ഇവിടെ തങ്ങന്മാരും അതുപോലെയുള്ള മറ്റുള്ളവരുമുള്ള കേസുകൾ ഉണ്ടാവുകയുണ്ടായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട മൂത്താപ്പയെ അവിടെ നിന്ന് പിടിച്ചിറക്കാൻ ശ്രമിച്ചപ്പോൾ തങ്ങന്മാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ പള്ളിയുടെ മിമ്പറയിൽ കുത്തുബയോദിയ ചരിത്രം എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഏത് ത്യാഗവജ്ര പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തുണ്ടായാൽ പോലും തങ്ങന്മാർ കുടുംബങ്ങൾ അമ്മയേൽപ്പിച്ച തങ്ങന്മാരുടെ ആ ഭരണസാരഥ്യം ഇന്നും അത് പാറ പോലെ ഉറച്ചുകൊണ്ട് ഈ പ്രദേശത്തിലെ ബഹുജന സമക്ഷം അത് ഇന്നും ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പോറലും ഏൽക്കാതെ സമസ്തയുടെ അംഗീകാരത്തോടുകൂടി ഈ മഹല്ലത്തിനെ കൊണ്ടുപോകുവാൻ ഈ രാജ്യത്തിലെ സന്നദ്ധരായ ജനവിഭാഗം ഉണ്ട് എന്നുള്ളതിന്റെ താക്കീതാണ് ഇന്ന് ബഹുമാനപ്പെട്ട ശൈഖുന മുഹമ്മദ് അലി ബാഖവി തങ്ങൾക്ക് ബാഖവി ഉസ്താദിന് ഇന്ന് ഈ രാജ്യത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലത്തിന്റെ ഖാളി ഇവിടെ നൽകാൻ പോകുന്ന അവാർഡ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്ത് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും മഹത്തായ സമസ്തയുടെ അംഗീകാരത്തോടുകൂടി ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ രാജ്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ, എന്റെ ഉമ്മമാർ, പെങ്ങന്മാർ തയ്യാറാണ് എന്ന് ഏതാനും സമയങ്ങൾക്കപ്പുറം ഈ മദ്രസയുടെ ഉള്ളിൽ തിങ്ങി പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ സ്ത്രീകളുടെ മൂല്യം ഇന്ന് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. അത് ഇന്ന് രാവിലെയും ഈ രാജ്യത്തിലെ ജനസമൂഹം ഈ പ്രദേശത്ത് വളരെയേറെ ആവേശത്തോടെ കടന്നു വന്നെന്ന് നിങ്ങൾ നിർവഹിച്ചത് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഇതിന് സ്വാഗതം നൽകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ പ്രത്യാഘാതമുണ്ടായാൽ മഹല്ല് കാളിവർ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമല്ലാതെ മറ്റൊരു സ്ഥാപനം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മമാരും പടുത്തുയർത്തിയ ഒരു പ്രവർത്തനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിലായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരായ എന്റെ പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഞാൻ പറയുന്നു, മഹത്തരമായ ഒരു സത്യത്തിന് വേണ്ടി, മഹത്തരമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി തന്റെ ജീവനമായ മതപരമായ കാര്യങ്ങളിൽ അതിന്റേതായ രൂപത്തിൽ പ്രവർത്തിക്കാൻ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി വേണ്ട അവസരത്തിൽ അത് യഥാർത്ഥമായ സാക്ഷിയായി പറയാനുള്ള അവസരം ഈ സുന്നത്ത് വൽ ജമാഅത്തിന്റെ സംസ്ഥയുടെ അംഗീകരിക്കപ്പെട്ട നമ്മുടെ മഹല്ലത്തിന്റെ പ്രവർത്തന മേഖലയുമായി മുന്നോട്ട് പോകുവാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായി എന്റെ ജ്യേഷ്ഠാനുജന്മാർ മുന്നോട്ട് വരണമെന്നും ഇവിടെ ഇത്തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്തെങ്കിലും തെരിപ്പണമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയാൽ അത് അംഗീകരിച്ചു തരുവാൻ പറ്റുന്നതല്ല എന്ന് ഉറെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തിലെ മഹല്ലത്തിലെ വക്താക്കളെ,
കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾക്കും അപ്പൊ മുസ്ലിംകൾക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഏതായാലും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഉറക്കെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഇത് കേരള ജനതയുടെ മുന്നിൽ വളരെ അംഗീകാരമുള്ള ഒരു പ്രവർത്തനമാണ്. അത് അംഗീകാരമുണ്ടാകുമെങ്കിൽ അത് കിഴക്കേറം മുഹല്ലത്തിന്റെ ഒരു ഏറ്റവും വലിയൊരു അംഗീകാരമുള്ള പ്രവർത്തനമാണ് എന്ന് ലോക ജനതയുടെ മുന്നിൽ ഇന്ന് അത് വിളിച്ചോതുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, നമ്മുടെ പ്രവർത്തന മേഖല ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കണം. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ലേഖനത്തിൽ 1-2 വാചകങ്ങൾ എഴുതുകയുണ്ട്. ആ കാര്യം അടിയറവിട്ട് എന്റെ പ്രവർത്തകരായ ഈ പ്രദേശത്തെ ജനങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുവാനാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ ലേഖനങ്ങൾ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നമ്മുടെ രാജ്യത്തിന്റെ ആകമാനമുള്ള പ്രവർത്തനത്തിന് ഏതാനും വരികളാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവസാനമായി ഈ ലേഖനത്തിലേക്ക്. ഇപ്പോൾ 10 വർഷം പൂർത്തിയായിരിക്കുകയാണ്. സന്തോഷങ്ങളും സന്താപങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും അനുകൂലവും പ്രതികൂലവും പ്രയാസങ്ങളും പ്രലോഭനങ്ങളും ഭീഷണികളും ഏഷണികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുപോകണം. നമ്മുടെ പ്രദേശത്ത് 10 വർഷക്കാലം പ്രവർത്തിച്ച ഒരു ഉസ്താദ് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എഴുതിയ ഒരു ലേഖനമാണ് ഈ ലേഖനം. ആ ലേഖനത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനുണ്ടായ അനുഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ മനസ്സിലാക്കണം എന്നുകൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യങ്ങളിൽ സന്തോഷങ്ങളും സന്താപങ്ങളും അതുപോലെ സുഖങ്ങളും ദുഃഖങ്ങളും അനുകൂലവും പ്രതികൂലവും പ്രയാസങ്ങളും പ്രലോഭനങ്ങളും ഭീഷണികളും ഏഷണികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചതാണ്. ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ ഓർമ്മയിൽ ഇടുവാനാണ് ഞാനിത് വായിക്കുന്നത്. എങ്കിലും ഓരോ വർഷം കഴിയുമ്പോഴും ആശ്വാസത്തിന്റെയും അനുകൂലത്തിന്റെയും സമീപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാട്ടുകാരിൽ ഒരാളായി കുടുംബത്തിലെ ഒരംഗത്തെ പോലെ പരസ്പരം എല്ലാറ്റിനും വേണ്ടപ്പെട്ടവരായി കഴിയുന്നു. ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഈ ബന്ധത്തിന് ഉലച്ച് തട്ടാതെ തുടരാനും പിരിയുന്ന സമയത്ത് ഇരുവശങ്ങളും സന്തോഷത്തോടെ പിരിയുവാനും നാദം തൗഫീഖ് നൽകട്ടെ. ഈ ചുരുക്കവാചകങ്ങളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ഈ മഹല്ലത്തിന്റെ വക്താക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 10 വർഷക്കാലങ്ങളോളം ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ നമ്മൾക്കുണ്ടായ ചരിത്രത്താണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ ലേഖനത്തിൽ മുന്നേറിക്കപ്പെട്ടത്. ആ ബഹുമാനപ്പെട്ട ഉസ്താദിനെയാണ് ഇന്ന് കേരളത്തിലെ ഉന്നതമായ സമസ്ത എന്ന പ്രസ്ഥാനം അവാർഡ് നൽകിക്കൊണ്ട് സ്വീകരിക്കപ്പെടുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ മഹല്ലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ആത്മാർത്ഥമായി അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്നും നിങ്ങളുടെ ഒത്താശകൾ ഉണ്ടാകുമെന്നും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ എനിക്ക് സംസാരിക്കാനുണ്ട്, പക്ഷേ ഈ സമയം അതിന് അനുയോജ്യമല്ല. കാര്യങ്ങൾ വിശദമായി പറയുവാനും കാര്യങ്ങൾ വിശദമായി പഠിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ അള്ളാഹു ഇനിയും നമുക്ക് നൽകും എന്നുള്ള പ്രത്യാശയോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ അവസാനിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടിയ നിങ്ങൾക്ക് സ്വാഗതം മരളുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ബഹുമാനപ്പെട്ട തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തു. നമ്മോട് സന്തോഷത്തോടെ ഇതിനുള്ള ആവേശകരമായ പ്രവർത്തന രേഖയിൽ നമ്മയോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും വിശിഷ്ട ഈ കേരളത്തിൽ ഈ മഹത്തായ മഹല്ലത്തിന്റെ കാവലിയായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത തൊട്ടന്നു മുതൽ ഈ പ്രദേശത്തിന്റെ
പ്രവർത്തന മേഖലയിൽ നമ്മോടൊപ്പമുണ്ട്. എന്തിനേറെ പറയുന്ന ബഹുമാനപ്പെട്ട തങ്ങളുടെ ഫോട്ടോ പോലും ഈ പ്രദേശത്ത് പ്രദർശിച്ചുകൊണ്ട് മുടിയുടെ പള്ളി ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട തങ്ങൾ സംഭാവന ചെയ്യുന്ന കോലം ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ട കാലം ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നെവിടെ പോയി ആ മുടിയും ആ കുഴിയും ആ പള്ളിയുമെന്ന് എന്റെ എന്റെ പ്രതികര ശക്തിയുള്ള മറ്റു സംഘടനയോട് ഞാൻ ചോദിക്കുകയാണ്. രണ്ടത്താണിയുടെ പരസ്യമായ സ്ഥലത്ത് വെച്ച് ഓരോ മുസല്ലയിട്ട് നിസ്കരിക്കുവാൻ 25,000 രൂപ പിരിച്ചുപോയിട്ട് ഇന്നുവരെ പള്ളിയുണ്ടാക്കാൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ട കിഴക്കേപ്പുറം മഹല്ലത്തിന്റെ കാളി പാണക്കാട് ഐതറിലി ശിയാബ് തങ്ങൾ സംഭാവന കൊടുക്കുന്ന രൂപം ഇവിടെ പരസ്യമായി പ്രദർശിച്ച് നമ്മുടെ കാളി സംഭാവന കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ വഞ്ചിക്കപ്പെട്ട ആ പ്രസ്ഥാനത്തിന് ബഹുമാനപ്പെട്ട തങ്ങൾ കോഴിക്കോട് ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് പറഞ്ഞു, വഞ്ചിച്ച് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട തങ്ങളുടെ യോഗത്തിൽ ഞാനും അന്നാജറുണ്ടായിരുന്നു. ഇത്തരം പ്രവർത്തന മേഖലകൾ പരത്തി പ്രദേശത്ത് ദീനീ പ്രവർത്തനത്തിന് എതിർപ്പും പ്രതികരണവും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരം കിംവദന്തികളുടെ പ്രസ്ഥാനക്കാരെ മനസ്സിലാക്കിയിരിക്കണം എന്നുകൂടി ഞാൻ ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബാപ്പു മുസ്ലിയാരെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ചെറുപ്പകാലം മുതൽ രണ്ടത്താണിയുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന വേദിയിൽ അന്ന് എനിക്കും എന്നും സ്വാഗതം പറയുന്ന ഒരു അവസരമായിരുന്നു. ആ കാലഘട്ടത്തിലിരിക്കുന്നതൊക്കെ ബാപ്പു മുസ്ലിയാർ സന്ദർഭോചിതമായി ഓടിയെത്തുകയും പ്രയാസങ്ങൾ ഉണ്ടായെങ്കിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആ സുന്നത നേതാവായിക്കൊണ്ട് നമ്മുടെ മുന്നിൽ നടക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ആമീൻ. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ചെമ്മുക്കൽ കുഞ്ഞാപ്പുവാജി, അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഈ സദസ്സിലിരിക്കുന്ന വന്യരായ ആളുകൾ, അതുപോലെ ഞങ്ങളെ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുമായി ഞങ്ങൾ നന്ന രാവിലെ തന്നെ കോളേജിലെത്തുകയും ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പറയുകയും ഞങ്ങളെ വളരെ ഭംഗിയായി ഇരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാബു മുസ്ലിയാരോട് പോകാനുള്ള സമ്മതം ചോദിച്ചുകൊണ്ട് അന്ന് പോവുകയും അന്ന് നമ്മളുടെ ഈ ഉദ്ദേശങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഈ യോഗത്തിലേക്ക് എത്തപ്പെട്ട് ബാബു ആലിക്കുട്ടി മുസ്ലിയാർക്കും ഞാൻ സ്വാഗതം മരളുകയാണ്. ബഹുമാനപ്പെട്ട KS തങ്ങൾ, മൂസ സാഹിബ്, അതുപോലെ പല പ്രഗത്ഭരായ ആളുകളും ഈ സാറിന്റെ ചെമ്മുക്കൻ കുഞ്ഞാപ്പു വജീരെ അടുത്തും ഞങ്ങൾ തന്നെ പോയി അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും കുറെ കാര്യങ്ങളും കുറെ ഉപദേശങ്ങളും ഞങ്ങൾക്ക് തരുകയും ആ കാര്യങ്ങളൊക്കെ സമർത്ഥമായി പ്രവർത്തന രംഗത്ത് കൊണ്ടുവരുവാനുള്ള മനസ്സും തന്റെ ഞങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് ഞങ്ങളോട് ആമുഖമായി പറയുകയും ഈ യോഗത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. കുഞ്ഞാപ്പുവാജിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം അറിയുന്നു. നീട്ടി പറയാൻ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, അതുപോലെ ഇവിടുത്തെ ചെയർമാൻ നമ്മുടെ സംസുദ്ദീൻ പൈസി, മറ്റു പ്രഗത്ഭരായ ആളുകൾ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ദർശെടുക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ ഈ സദസ്സിലുണ്ടാവാം. അവർക്കൊക്കെ ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം പറയുന്നു. എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ ഈ പ്രദേശത്തിൽ ചെറുപ്പക്കാരായ കുട്ടികൾ, അവരെ നീണ്ട പ്രവർത്തന മേഖലയാണ് ഇവിടെ കാഴ്ചവെച്ചത്. അവരുടെ അശ്രാന്ത പരിശ്രമം ഈ 1-2 മാസം പോലെ ഈ പ്രദേശത്ത്
പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ എല്ലാം ഇന്ന് ആകത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഗാംഭീര്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തിലെ ചെറുപ്പക്കാരോടും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ധൃതി പിടിച്ച ഒരു സ്വാഗത പ്രസംഗമായതുകൊണ്ട് എന്റെ വാക്കുകളിൽ വല്ല അപാകതകളും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും നിങ്ങൾക്കൊക്കെ ഒറ്റവാക്കിൽ സ്വാഗതം നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷനായി ചെമ്മുക്കം കുഞ്ഞാപ്പു ഹാജി അവരുടെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഇസ്ലാമിക് നൽകുന്ന ക്വാളിറ്റി സർട്ടിഫിക്കറ്റിന് മക്ക SVS കമ്മിറ്റി നൽകുന്ന ഷെയ്ഖുന കള്ളപ്പാടി ഉസ്താദ് സ്മാരക അവാർഡിന് അർഹത നേടിയ നമ്മുടെ മഹലിനം ദർശനം അഭിമാനമായ ഷെയ്ഖുന മുഹമ്മദ് അലി ബാഖവി ഉസ്താദിനെ ആദരിക്കുന്ന ഇക്റാം 2015 എന്ന ഈ മഹാസംഗമത്തിന് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കാലഘട്ടത്തിന്റെ ഇതിഹാസവും മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നായകനുമായിരുന്ന മർഹൂം PMS പൂങ്കോയ തങ്ങളുടെ പൊന്നോമനപുത്രൻ അസ്തമാന സൂര്യകിരണങ്ങളെ സാക്ഷി നിർത്തി ആപത്തിന്റെ കാർമേഘങ്ങൾ അന്തരീക്ഷത്തിൽ അഞ്ചുപോടുമ്പോൾ കേരള മുസൽമാൻ ഒറ്റുനോക്കുന്ന കൊടക്കനത്തിൽ തറവാടിന്റെ കാരണവർ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ മഹാസംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നു. തങ്ങളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സമാധാനീയരായ അധ്യക്ഷ ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി അവരുടെ ബഹുവന്യരായ നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി കോട്ടമല TM ബാപ്പു മുസ്ലിയാർ അവരുടെ ബഹുവന്യരായ SOSന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജാമിയ പ്രിൻസിപ്പൽ നമ്മുടെ പ്രൊഫസർ ആരിഫുടി മുസ്ലിയാർ അവരുടെ ബഹുമാനമുള്ള ഇവിടെ ആദരിക്കുന്ന മുഹമ്മദ് അലി ബാഖവി ഉസ്താദ് അവരുടെ നാസ് സബ്സി അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വേദിയിലുള്ള റഫീഖ് ഫൈസി KKS തങ്ങൾ മുസ സാഹിബ് അതുപോലെ തന്നെ മറ്റ് ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ അതുപോലെ തന്നെ സ്റ്റേജിലും വേദിയിലുമെല്ലാം തന്നെ പുരുഷയായ വിലമാക്കൾ ഉമ്മറാക്കൾ സാദാത്തുക്കളെ മുത്തഹല്ലിം സുഹൃത്തുക്കളെ നമ്മുടെ മുഹമ്മദ് അലി ബാഖവിയുടെ പൂർവ്വ വിദ്യാർത്ഥികളെ സഹോദരന്മാരെ നാട്ടുകാരെ ഇന്നിവിടെ നാം സമ്മേളിച്ചതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഇക്റാം 2015 നമ്മുടെ മർഹൂം സയ്യിദ് സൈനുദ്ദീൻ ബുഖാരി തങ്ങൾ നഗറിലാണ് നമ്മയുടെ കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പല ആളുകളും മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഈ മക്ബറയെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന മഹന്മാർ, അവർക്കെല്ലാം അല്ലാഹു മർഹമത്തും മഗ്ഫിറത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കിട്ടിച്ചേരുമാറാകട്ടെ. അവിടെ എല്ലാം തന്നെ കറാമത്ത് കൊണ്ട് നമ്മുടെ സന്ദേശങ്ങൾ അല്ലാഹു പൂർത്തിച്ച് തരുമാറാകട്ടെ. മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഇസ്ലാമിക് നൽകുന്ന ക്വാളിറ്റി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മക്ക SOS കമ്മിറ്റി നൽകുന്ന
ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് സ്മാരക അവാർഡിനും അർഹത നേടിയ നമ്മുടെ മഹലിന്റെ ദർസിനും അഭിമാനമായ നാട്ടിന്, ഈ മഹലിന് വളരെയധികം ഇന്ന് താണിയായിക്കൊണ്ട്, അഭയമായിക്കൊണ്ട്, അന്തസ്സായിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടി, ചിട്ടയോടും വ്യവസ്ഥയോടും കൂടി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെ പരിചയസമ്പന്നനായ പക്വമതിയായ നമ്മുടെ സുഹൃത്ത്, നമ്മുടെ ഇവിടുത്തെ ഉസ്താദ്, അദ്ദേഹത്തെ ഇന്ന് നമ്മുടെ മഹലിൽ നാം ഇവിടെ ആദരിക്കുന്ന ഈ മഹത്തായ സദസ്സ് 10 വർഷത്തോളമായി അദ്ദേഹം നമ്മുടെ മഹലിന്റെയും മഹലിലെ നിവാസികളുടെയും നവോത്ഥാനത്തിനും ആത്മീയ പുരോഗതിക്കും വേണ്ടി നമ്മളിൽ ഒരാളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് എല്ലാ കാര്യത്തിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പാണക്കാട് വരെയും പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മഴയായ കർമ്മം നമ്മുടെ പെൺമള പരിഗംസയുടെ ഒരു ഏറ്റവും വലിയ പ്രധാന ശിഷ്യനാണ് അദ്ദേഹം. അതുപോലെ തന്നെ പരിഗംസ നമ്മളെല്ലാം അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരെ കാണാൻ സാധിക്കുന്നു. നമ്മുടെ നാട്ടിലും വിദേശത്തും പല മേഖലയിലും അവരെല്ലാം ഇന്ന് ദീനി അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത്രയും വലിയ തക്കവയോടുകൂടി ഇവിടെ നടത്തിയ ഒരു മഹത്തായ ഒരു സ്ഥാനങ്ങളുടെ ശിഷ്യൻ കൂടിയാണ് ഇതെന്ന് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വലിയ വിഷയത്തിൽ മാറ്റമായിട്ട് അവരോടൊക്കെ നന്ദിയും സമയത്തിൽ ഒന്നിച്ചു കൊടുക്കുന്നതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക സംബന്ധിച്ചിടത്തോളം പല പ്രദേശങ്ങളിലും ദർസ് നടത്തി പാരമ്പര്യമുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ നമ്പാരി വാക്കുന്ന അദ്ദേഹം പാണക്കാട്ടും കുറച്ചുകാലം അവിടെ ഉദ്ദേശമായി പ്രവർത്തിക്കുന്നുണ്ടായി. ആ കാലഘട്ടത്തിൽ മഹാനായ സേവനശാസ്ത്രങ്ങൾ മർമ്മം കുമരശാസ്ത്രങ്ങൾ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് പഠിച്ച് പുറത്തുള്ള ഇന്ത്യയുടെ പല ആളുകൾ പാണക്കാട്ടും അദ്ദേഹത്തിന് പഠിച്ച് പുറത്തുപോയി പല മേഖലയിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കോളേജുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ പള്ളിയിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു, സംഘടനയിൽ ഒരു വലിയ വലിയ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം ശിഷ്യന്മാരെ പാണക്കാട്ടിൽ നിന്ന് വാർത്തെടുത്ത ഒരു നല്ല വ്യക്തിത്വമാണ് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാവർക്കും പേശി നമ്മുടെ കോളത്തെ പേശി നമ്മുടെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ശൈലിയിലുള്ള പല ഇന്നും ഇവിടെ ഇരിക്കുകയാണ്. അതെല്ലാം പല ദിവസവും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തോടുകൂടി തന്നെ കാണാൻ സാധിക്കുന്നത്. ധാരാളം ശിഷ്യ ജനന്മാർ സമയത്ത് പ്രവേശിച്ചെല്ലാവരുടെ ദിവസത്തിൽ ഒരു വലിയ ശിഷ്യ സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ഒരു വലിയ പുണ്യം കരസ്ഥമാക്കാൻ അദ്ദേഹത്തിന് സാധ്യതയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം ചെയ്യുന്ന ഉത്തരവാദിത്തം വളരെ കൃത്യമായി അനുഷ്ഠിക്കുന്നതിലേക്ക് വൃത്തിയായി നമുക്കത് എനിക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുദ്ദീൻ പാപ്പ DC അതാണ്. ഇപ്പൊ തിരിച്ചു വരും. ആയെത്തിയിട്ടുണ്ട്, ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട്. കേമാണ് പ്രശ്നം. ഫലമായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ്
ഉസ്താദായിരുന്നു ഈ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തത്. അദ്ദേഹം മാതൃക അധ്യാപകൻ കൂടിയാണ്, ഉസ്താദ് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കാര്യങ്ങളിൽ നിന്ന് എല്ലാം മനസ്സിലായിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവരാകട്ടെ. അതേപോലെ തന്നെ എല്ലാ ആളുകളുമായിക്കൊണ്ട് നമ്മുടെ കുടുംബവുമായിക്കൊണ്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് പാലക്കാടുമായിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മുടെ അകത്തും പുറത്തുമെല്ലാം തന്നെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഇസ്ലാമിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് രോഗപ്രതികളുണ്ടായി. ഞങ്ങളെല്ലാം അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചു. നൽകുന്നതെല്ലാം അള്ളാഹു കാലം ശരിയാക്കി നൽകിയിരിക്കുകയാണ്. അള്ളാഹു കാല ആരോഗ്യത്തോടുകൂടി ആയുഷ്യം പ്രദാനം ചെയ്യാനാകട്ടെ എന്ന സമൂഹത്തിന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ സർവ്വപ്രസംഗത്തിൽ അദ്ദേഹത്തെ പറ്റി എന്നാൽ അത് വ്യക്തമായി പറയുകയുണ്ടായി. ഞാൻ കൂടുതലായി അദ്ദേഹത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഞാൻ 10 വർഷം അതെല്ലാം നിങ്ങൾ കണ്ടറിയുന്ന കാര്യമായതുകൊണ്ട് വിശദമായി നല്ല ഉത്സാഹമായി നമുക്കിവിടെ മാറാകട്ടെ. ഈ പ്രദേശത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റാൻ എന്തെങ്കിലും സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ പ്രദേശങ്ങളുടെയും എല്ലാ വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ അർഹമായ നീണ്ടുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൗദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതാകട്ടെ. നമ്മുടെ എല്ലാ ലോകത്തിൽ നിന്നുള്ള ആവശ്യപ്പെടുന്നതാകട്ടെ. ധാരാളം ആളുകൾ മരണപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നൽകുമാറാകട്ടെ. ഈ പ്രദേശം തന്നെ മഹാന്മാരായ നമ്മുടെ മറ്റെത്രയോ കലന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ധാരാളം ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പ്രദേശം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചർച്ചകളും ഈ പരിപാടിയുടെ വൈകാരികമായ വികാരങ്ങളും അതിലേക്ക് ഞാൻ പറയുന്നില്ല. അതിനൊക്കെ വാഗ്ദാനവും ഇതിനെക്കുറിച്ച് ഏറ്റവും ഉത്തമൻ പഠിപ്പിക്കുന്നവരുമാണ് എന്ന് പറയുമ്പോൾ തന്നെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുടെയും അധ്യാപകന്മാരുടെയും
Sayyid Muhammad Ali Shihab Taqi Center for Islamic നൽകുന്ന ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് SYS കമ്മിറ്റി നൽകുന്ന സുഫന കാളമ്പാടി ഉസ്താദ് സ്മാരക അവാർഡിന് അർഹത ഒരു പതിറ്റാണ്ട് കാലം നമ്മുടെ മഹലിന്റെയും മഹല്ല് നിവാസികളുടെയും നവോത്ഥാനത്തിനും ആത്മീയ പുരോഗതിക്കും ദീനീ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കൂടെ തന്നുകൊണ്ട് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഹമ്മദ് അലി ബാഖവി ഉസ്താദിനെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തതാൽ വേദിയിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആദരിക്കുന്നത് പാലക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവരുകളാണ്. ഇരുവരെയും ഈ ചടങ്ങിന് വേണ്ടി വേദിയിലേക്ക് ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. 2015 സ്വാഗത സംഘം കമ്മിറ്റി നൽകുന്ന അവാർഡ് ദാന ചടങ്ങ് വേദിയിൽ നടക്കുന്നു. ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് നൽകുന്ന ഉപഹാര സമർപ്പണമാണ് വേദിയിൽ നടക്കുന്നത്. തങ്ങളവരുകൾ ഉസ്താദിനെ കൈമാറുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. ഉപഹാര സമർപ്പണമാണ് അടുത്തത് നടക്കുന്നത്. ബഹുമാനപൂർവ്വം തങ്ങളെയും ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. നാല് പതിറ്റാണ്ടുകാലം ഈ മഹല്ലത്തിന്റെ മുഖ്യ കാര്യദർശിയായി മുഹമ്മദ് ഹാജി സ്വാഗത സംഘം കമ്മിറ്റി ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് ഹാജിയെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. 2015 സ്വാഗത സംഘം ചെയർമാൻ ശംസുദ്ദീൻ ഫൈസിക്ക് സ്വാഗത സംഘം കമ്മിറ്റി ഉപഹാരം നൽകുന്നു. കൊടുക്കുന്നതിന് വേണ്ടി തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫൈസിയെയും ആദ്യപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലില്ലാഹിൽ ഹംദ്. സ്കൂളിന്റെ അഡ്മിഷൻ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുകയാണ്.
വലിയ പറമ്പ് യൂണിറ്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി കാങ്ങരി ഉസ്താദിന് ഒരു ഉപഹാരം സമർപ്പിക്കുന്നു. ഉപഹാരം നൽകുന്നത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും അത് ഏറ്റുവാങ്ങുന്നതിന്റെ പേരിൽ ഉസ്താദിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അറബിക്കടലിലെ രാക്ഷസപാലകളെ ആത്മീയ ആകാശത്തിന്റെ ഉയർച്ച ആധ്യാത്മിക ചക്രവാളത്തിലെ കണ്ണീരിന്റെ നനവുള്ള പ്രാർത്ഥനയിൽ പൊട്ടിവിളച്ച അനന്ത വിഹായിസോളം പ്രോത്സാഹിച്ചു നിൽക്കുന്ന ഉന്നതമില്ലാത്ത പ്രതിപക്ഷം സമസ്ത കേരള സംഗീതത്തിൽ എന്നവയുടെ ബഹുജന പ്രസ്ഥാനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ഷെയ്ഖുന ആലിഖുൽ മുസ്ലിയ ഈ മഹത്തായ വേദിയിൽ അഭിസംബോധനം ചെയ്യുന്നു. ഉസ്താദിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. അഭിമന്യരായ കേരള മുസ്ലിംകളുടെ ആത്മീയ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, പണ്ഡിത ശ്രേഷ്ഠൻ, വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി, പണ്ഡിത ശ്രേഷ്ഠൻ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഉസ്താദ് വാഖ് മുസ്ലിയാർ അവറുകൾ, ഇന്ന് അവാർഡ് വാങ്ങുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് ബാക്കവി, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഉംറകളിൽ പ്രഗത്ഭൻ ബഹുമാനപ്പെട്ട ജമ്മുക്കൻ ഗുന്നാഫ് ഹാജി, ബഹുമാനപ്പെട്ട കെ കെ ഹുസൈൻ തങ്ങൾ, മുസഹാജി തുടങ്ങി പണ്ഡിതന്മാരും സദാത്തുക്കളും ഉമറാക്കളും മറ്റു മുത്താലിം സുഹൃത്തുക്കൾ, നമ്മുടെ മുദർരിസിന്റെ മുഹബ്ബീങ്ങളായ, ഈ പ്രസ്ഥാനത്തിന്റെ മുഹബ്ബീങ്ങളായ ആളുകൾ, ഈ ഒത്തുചേരൽ ഒരു സാലിഹ് അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രതിഭകളെ ആദരിക്കുക എന്നത് ലോകചരിത്രത്തിൽ ആദ്യത്തേതല്ല. പല സംഭവങ്ങളും നേരത്തെ കഴിഞ്ഞുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ഒരു ചോദ്യം ചോദിച്ചു. മരത്തിന്റെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്. മനുഷ്യന്റെ പ്രകൃതി പോലെയാണ്, അല്ലെങ്കിൽ മനുഷ്യനെ പോലെയാണ് അത്. അംബുനി മാഹിയ അഖ്ബറൂനി മാഹിയ
ഹദീസുമായ ഈ നിലക്കൊക്കെ ഇമാം ബുഖാരി തങ്ങൾ അത് നിവേദനം ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് മരങ്ങളിലേക്ക് അവിടെയുണ്ടായിരുന്ന സഹാബിമാരുടെ ശ്രദ്ധ പോയി. ആർക്കും അതിന് മറുപടി പറയാൻ പെട്ടെന്ന് സാധ്യമായില്ല. അപ്പോ ആരും പറയാതെ ആയപ്പോ റസൂലുള്ള തന്നെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഇന്നഹൻ നഖല, അത് ഈത്തപ്പന മരമാണ്. ആ പ്രധാനപ്പെട്ട മനുഷ്യന്റെ പ്രകൃതിക്ക് തുല്യമായി ഉള്ള ആ മരം. അതിന് പലരും പല വ്യാഖ്യാനങ്ങളും പറഞ്ഞു. ഒരു വ്യാഖ്യാനം അതിൽ നിന്നൊന്നും ഒഴിവാക്കാനില്ലാണ്. നിങ്ങൾ തെങ്ങുപോലെ തെങ്ങിന്റെ മരം വീടുണ്ടാക്കാനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു. അതിന്റെ പട്ടകൾ പായുണ്ടാക്കാൻ ഉപയോഗിക്കും. അതിന്റെ ഈർക്കിളി അതുകൊണ്ട് വേറെ ചില ഉപകാരങ്ങൾ. ഇതിന്റെ കായ നോക്കുകയാണെങ്കിൽ നാളികേരം, അതിന്റെ ഉള്ളിലുള്ള ചിരട്ട, അതിന്റെ ചകിരി, അതിന്റെ ഉള്ളിലുള്ള കാമ്പ്, ഇതിന്റെയൊക്കെ ഉപകാരം. എല്ലാത്തിലും ഉപരി അതിന്റെ ഉള്ളിലുള്ള വെള്ളം. ഇതാണ് ആ മരത്തിന്. മനുഷ്യന്റെ പ്രവർത്തനത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും ഒഴിവാക്കാനില്ല. മുഴുവനും അത് നല്ലതിലേക്കുള്ള സൂചനയാണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. മടങ്ങിപ്പോരുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പാനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയുണ്ടായിരുന്നുപ്പാത് അതേതാണ് മറന്ന്, അത് നഖലത്താണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോ വാപ്പ ചോദിച്ചു, എന്റെ മനെ, നീ അതൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് എത്രമാത്രം സന്തോഷമായിരുന്നു. ഒന്നാം റാങ്ക് കിട്ടിയ നിനക്ക് റസൂലുള്ളാഹിനെ കൊണ്ട് ഞാൻ ദുആ ചെയ്യിപ്പിച്ചിരുന്നു. ആ സദസ്സിൽ വെച്ച് എല്ലാ ആളുകളും നിനക്ക് വേണ്ടി, ഗുണത്തിനു വേണ്ടി പറയുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ ഒരു നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ, നല്ല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു ആദരവ് കൊടുക്കുക. ശിഹാബ് തങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ സെന്ററിൽ അതാണ് ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് ഇൽമ് കുറഞ്ഞു വരികയാണ്. പല കഥകൾ ഇൽമ് ധാരാളം ഉണ്ടായിരുന്നു, ഇൽമ് കുറഞ്ഞു വന്നു. ഇൽമ് പഠിക്കാനുള്ള ആളും കുറഞ്ഞു വന്നു. ഈ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ആളുകളുടെ മനസ്സും കുറഞ്ഞു വരും. ആ സന്ദർഭത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ സ്വഭാവം കൊണ്ടാണ് ഇത്തരം 10 കൊല്ലൊക്കെ ഒരു നാട്ടിൽ നിൽക്കാൻ കഴിയുക. അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന്റെ അങ്ങേത്തരയ്ക്കും ഇങ്ങേത്തരയ്ക്കും ആളെ മാറ്റും മുതലിസുമാര്. എനിക്കറിയാം, പല സ്ഥലത്തും അങ്ങനെ മാറ്റാറുണ്ട്. ഈ 10 വർഷക്കാലം താമസിച്ചുള്ളത് ഏറ്റവും വലിയ ഒരു ഒരു സവിശേഷതയായി നമുക്ക് മനസ്സിലാക്കാം. വലഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. നബുവത്തുമായി വരുന്നതിന് മുമ്പ്, ആ വാദം നിങ്ങളുടെ അടുക്കൽ വെക്കുന്നതിന് മുമ്പ്, ആ ആശയം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ കൂടെ 40 വർഷക്കാലം താമസിച്ചല്ലോ. ഈ 40 വർഷക്കാലത്തിനിടയിൽ എന്നെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അത്ര പരിശുദ്ധമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണ് നിങ്ങൾ എന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. 10 വർഷക്കാലം അദ്ദേഹം ഇവിടെ താമസിച്ചു, പഠിപ്പിച്ചു, ഇൽമിന്റെ ഖിദ്മത്ത് ചെയ്തു. അതിനുവേണ്ടി മാത്രമല്ല, അതിൽ ഒരു പ്രതിഭയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെ പേരിലുണ്ടായിട്ടുള്ള ഈ സെന്റർ. ദർസ് പറഞ്ഞു വരുന്ന സന്ദർഭത്തിൽ ദറിലേക്ക് ആളുകളെ കാണാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അതിൽ നിന്ന് ആർക്ക് കഠിനാധ്വാനം ചെയ്ത് ഈ വിഷയത്തിനു വേണ്ടി താല്പര്യപൂർവ്വം മുന്നോട്ട് വരുന്നു, അവരെ ആദിക്കാൻ, നമ്മൾ മുദരിസിനെ പോലെ വേറെ പലരെയും ആദരിക്കാൻ ഈ സമിതി തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റി ഒരു പലകവും കൂടി കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, വലില്ലാഹി അസ്മാഉൻ ദുആൻ നദാബന ബിഹാ അന്നഹാ ഹുസ്ന ബിനസ്ഫി കിതാബിന വതുദഖീലു മൻ അഹ്സാ ബിജന്നതി റബ്ബിന ബിതിസ്ആതി തിസ്ഈന ഹദീഫൻ തുവീലന. 99 പേര്. ഓരോ
പേരും ഒരു പ്രത്യേകമായ ദുആയാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഫദ്ഹലി അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാരുടെ ഒരു പദ്യത്തിൽ നിന്നുള്ള വരികളാണ് ഞാൻ. ആ ഓരോ പദങ്ങളും ഒരു പ്രത്യേകമായ ദ്വാന ഉൾക്കൊള്ളുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഹുവല്ലാഹു യർഹമുനർ റഹീമുർ റഹമം ബിന ഫമദികും വഖുദ്ദൂസുൻ യുഖദ്ദീസുനാ ബിന. റഹ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലിയാണ് എന്നത് മാത്രമല്ല, ഇർഹമീ എന്നൊരർത്ഥം അതിനുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞാലും റഹീം എന്ന് പറഞ്ഞു. അപ്പൊ ആ നിരക്കുള്ള അള്ളാഹുവിന്റെ ദിക്റുകളെ സൂചിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ അസ്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു ഫലകവും കൂടി അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ വെച്ച്. അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഖൈറുൽ കലാമി കല്ലവതല്ല, ചുരുക്കി പറഞ്ഞാൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് വാപ്പ മുസ്ലിയാർ സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. എനിക്ക് ചെറിയൊരു പരിപാടിയിൽ കൂടി കൊണ്ടുക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ സമുദായത്തിന് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഉയർന്ന പദവിയായി നാം മനസ്സിലാക്കുകയാണ്. ഇത്രയും അധികം കാലം പല സ്ഥലങ്ങളിൽ, ഇവിടെയാണ് 10 കൊല്ലം പറഞ്ഞ മുമ്പ് ഓരോ സ്ഥലങ്ങളിലും. അപ്പൊ അത് ഒരു പദവിയായി, ഒരു പ്രത്യേകമായ സ്ഥാനമായി നാം മനസ്സിലാക്കുന്നു. അതിന്റെ അംഗീകാരം, ആ അംഗീകാരം കേരള മുസ്ലിംകളുടെ അനുശേദ്യ നേതാവ് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകളെ കൊണ്ട് ഈ പദവി നൽകണം എന്നതാ തീരുമാനിച്ചു. അത് കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം. വലിയ പദവിയുള്ള പ്രോട്ടോക്കോളിനെ പറ്റി റസൂലുള്ളാഹിനോട് ചോദിച്ചു. ഏതാ വലിയ പ്രോട്ടോക്കോൾ? ഖൈറുക്കും ഫിൽ ജാഹിലിയ്യത്തി ഖൈറുക്കും ഫിൽ ഇസ്ലാം ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം. ഇസ്ലാമിന് മുമ്പ് ഉയർന്ന പദവി കിട്ടിയ ആളുകൾ ഇസ്ലാമിൽ വന്നാൽ ആ പദവികളൊക്കെ ഒഴിവാക്കൂല. ആ പദവി നിലനിർത്തി ഉന്നത പദവി വേറെയും കൊടുക്കുന്ന. അപ്പൊ ആ നിരക്ക് പറയുന്നതിനിടയിൽ ചോദിച്ചു, അതിനെപ്പറ്റി എല്ലാ നബിയെ ഞങ്ങൾ, എന്നാ പിന്നെ ഏറ്റവും വലിയ പ്രോട്ടോകോൾ കൊടുക്കേണ്ടത് അത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്. അദ്ദേഹത്തിന്റെ പിതാവ് യാക്കൂബ് നബി ഒരു നബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ഹാഖ് നബി, അദ്ദേഹം ഒരു നബിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതും ഒരു നബിയുമാണ്, ഖലീലുള്ളാഹിയുമാണ്. അത് അള്ളാഹു നൽകുന്ന ഒരു വലിയ പ്രോട്ടോകോൾ. വാപ്പ മുദരിസായി വലിയ ആളായി, പക്ഷേ മക്കൾക്ക് ആ പദവി കിട്ടിക്കൊള്ളുന്നില്ല. കുറച്ചാൾക്കാർക്ക് തന്നെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ഉസ്താദിന്റെ മക്കൾക്ക്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അങ്ങനുണ്ട്, കുട്ടി മുസ്ലിയാരുടെ കുടുംബത്തിന് അങ്ങനുണ്ട്, നമ്മുടെ വാപ്പ മുസ്ലിയാരുടെ കുടുംബത്തിന് അങ്ങനുണ്ട്, കോട്ടുമല ഉസ്താദ്, കോം മുസ്ലിയാർ, അതിന്റെ അപ്പുറത്ത് വരും. അതാണ് ദീനുമായി ബന്ധപ്പെട്ട്, ഇൽമുമായി ബന്ധപ്പെട്ട് അത് സേവനമായി മനസ്സിലാക്കി അത് തന്റെ ജീവിതത്തിലെ വലിയ ഒരു അമലായി കണക്കാക്കുന്ന, അതാണ് വലിയ പ്രോട്ടോകോൾ. മുദരിസിന് ആ വലിയ പ്രോട്ടോകോൾ കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരിലൂടെ എത്തിയത്, പണ്ഡിതന്മാരും എത്തിയത്. കൂടുതലായി അതിനെപ്പറ്റി ഒന്നും പറയേണ്ടതില്ല. അദ്ദേഹത്തെപ്പറ്റി ഞാൻ നേരെ പറഞ്ഞ ഒരായത്ത്, ഞാനിൽ 40 വർഷക്കാലം ജീവിച്ചത് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഈ 40 വർഷക്കാലത്തിനിടയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്റെ സ്വഭാവം എന്താണ്, എന്റെ ശത്രുക്കൾ എന്നെ എങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട്, ഞാൻ എന്നെ എല്ലാ നിലയിലും അംഗീകരിക്കാത്ത പല ആളുകളും ഉണ്ടാവുമല്ലോ ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ, അവരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അവരുടെ ധർമ്മമാണ്. ഇവിടെ തന്നെ ഈ പുണ്യമായ സ്ഥലത്ത് കുറെ കാലം ആരോഗ്യത്തോടുകൂടി വളരെയധികം ഭംഗിയായ നിലയിൽ പ്രവർത്തനം നടത്താനും അത് ഭംഗിയായി നിർവഹിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെയെന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് ദുആ ചെയ്തതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മുടെ ഉമറാരിലും നാട്ടുകാരിലും പണ്ഡിതന്മാരിലും തന്റെ ശിഷ്യന്മാരിലും ഒക്കെയുണ്ട്. അവരൊക്കെ ആ കാര്യം നിർവഹിക്കും. ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി PPS വിദ്യാർത്ഥികൾ നൽകുന്ന ഉപഹാര സമർപ്പണം. ഉപഹാരം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് മുഹമ്മദ് അലി കാർക്കുമാർ സമർപ്പണ ഇരുവരെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.
പൂർവ്വ വിദ്യാർത്ഥി സംഘം നൽകുന്ന ഘോഷപാട് ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരെ ആലിക്കുട്ടി ഉസ്താദിയാരെ ബഹുമാനപ്പെട്ട റാഖബി ഉസ്താദിന് നൽകുന്ന ഇരുവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംഘാടകമാകുന്ന അറബിക്കടലിലെ രാക്ഷസ